അങ്ങനെ ഒരുവിധം ലാസ്റ്റ് നമ്മൾ മഹാരാജ റെസ്റ്റോറൻറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയുള്ള ഏക ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ബിരിയാണി കിട്ടുന്ന ഏക സ്ഥലം. അതും ബിരിയാണി എന്ന് പറയുന്നത് ഹൈദരാബാദി ബിരിയാണി. നമ്മളെ മലബാർ ബിരിയാണി ഹൈദരാബാദി ബിരിയാണി. റൈസിന് പറഞ്ഞുള്ള സാധനം അകത്ത് ചെയ്തതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ചെറുതായിട്ടുണ്ട്. അപ്പോൾ ബിരിയാണി എന്നാണ് ഓർക്കും മറ്റേതും മറിച്ചത്. ഇവിടെ ഇതിൻ്റെ അകത്തേക്ക് ഞാൻ വരുന്ന സമയത്ത് എനിക്കുണ്ടായിരുന്ന നോക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ഇന്ത്യൻസിനെ അങ്ങനെ ആരെങ്കിലും ആൾക്കാരെ കാണും എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. പക്ഷെ ഒരു കുട്ടി പോലെയും ഇവിടെയുള്ള മൊത്തം ഇവിടുത്തെ ലോക്കൽസ് ആണ് വന്നിട്ടുള്ളത് കഴിക്കുന്നതൊക്കെ. റൈസ് കഴിക്കുന്ന ആൾക്കാരുണ്ട്. എനിക്കൊന്ന് റൈസൊന്നും നല്ല റൈസ് ഇവിടെ എത്താത്തുണ്ട്. സ്റ്റാഫ് ഉള്ളതായിക്കോട്ടെ അതും ഇവിടുത്തെ ആൾക്കാരുണ്ട്. കിച്ചണിൽ മാത്രം ഇന്ത്യൻസ്. അവരുടെ ഞാൻ പറഞ്ഞു നല്ല ഒരു പുലാവ് പോലത്തെയുള്ള സാധനമാക്കിയിട്ട് കിട്ടിയാൽ മതി. അല്ലാണ്ട് സ്പൈസസ് അങ്ങനെ കേട്ടണ്ട. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ആശാനാക്കിയിട്ട് കൊണ്ടാൽ മതി. ആള് ഡൽഹിക്കാരനാണ്. ഒരു ബിരിയാണിക്ക് ഏകദേശം ഒരു ഹൈദരാബാദ് ബിരിയാണിക്ക് 500 റുപ്യ. നമ്മളെ ഷോപ്പിലെ ബിരിയാണി 200 റുപ്യക്ക് ആളാം. മജ അടിക്കുക. പിന്നെ ഞാനിങ്ങോട്ടേക്ക് വരുന്നതെന്നുള്ള ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ടാണ് മനസ്സിലങ്ങനെ കരുതിയിട്ടുണ്ട്. പിന്നെ വല്ല പഠിച്ച് വരുന്നല്ലേ. റൈസെല്ലാം ഇടുന്ന കിട്ടുന്ന ആശാനോട് ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു പേരിലെടുത്തിട്ടുണ്ട്. അത് വെച്ചിട്ട് ഇനി ആക്കിക്കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും എന്നുള്ളതെല്ലാം പഠിച്ചിട്ട് ഇവിടുത്തെ സർവൈവൽ എന്ന് പറഞ്ഞിട്ടുള്ള സാധനങ്ങൾ നോക്കാം. പിന്നെ മൂപ്പരടുത്ത് കുറച്ചും കൂടി വർത്താനം പറയാനുണ്ട്. ഇതാണ് നമ്മുടെ ഷെഫ് റാട്ടട്ടോളി. आपका वीडियो ले लो. मेरा वीडियो काय के लिए नहीं बट आई से इन मलयालम. कोई नहीं है. ये हमारा भाई है, वो कलकत्ता से है. और दूसरा एक बंदा भी है. और ये तरीका बता रहे हैं. अभी जो राइस अभी मिल रहा है, मुझे मिल रहा है वो अलग है, जो आपको मिल रहा है वो भी नहीं. हम लोगों का सारे इंडिया से आता है. हाँ, हम लोग इधर का लोकल यूज करते नहीं. इधर का लोकल जो है वो पक्का लोकल ही है. हाँ वो तो है. इधर का लोकल सिर्फ आटा मिलेगा आपको. हाँ, आटा वो से बढ़िया रोटी बना सकता है. खाली आटा तुम्हें चाकी से लेके मैदा वाला हर चीज मिलेगा. ज़्यादातर खुशखुश ही खाते हैं. हाँ खुशखुश है. इधर शादी में तो खुशखुशी चलता है. चलो ठीक है, താങ്ക് യു. ओके. ഞാൻ ഇവിടത്തേക്ക് വരുന്നത് പ്രത്യേകം വ്ളോഗായിട്ട് എടുക്കണമെന്ന് വിചാരിച്ചത്. പക്ഷേ ഇത് റമദാനിന് ശേഷം ഇപ്പോൾ ഓപ്പൺ ആയത്. അപ്പോൾ അത് കണ്ടേരപ്പോഴും നമ്മൾ ബിരിയാണി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞ പോലെ റൈസ് അല്ല അവർക്ക് സെപ്പറേറ്റ് വരുന്നതാണ്. അപ്പോൾ പിന്നെ അതുമാതിരി ബില്ല് പിടിച്ചിട്ട് കാര്യമില്ല. വിശക്കുന്നവർ ഇവിടെ വന്നിട്ട് കഴിക്കാമെന്നല്ലാണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും നടക്കില്ല. അങ്ങനെ നമ്മുടെ ഹൈദരാബാദി മട്ടൻ ബിരിയാണി എത്തിയിട്ടുണ്ട്. താങ്ക് യു. ആകെ ഫ്രസ്ട്രേറ്റ് ആവുന്ന കാര്യം ഇങ്ങനെ സ്പൂണിനെ കൊണ്ട് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലേ സ്പൂണിനെ കൊണ്ട് ഫോർക്കിനെ കൊണ്ട് കഴിക്കുക. കുറച്ചാൻ പറയാൻ ഇവർ നല്ല മസാല ഇട്ടാണല്ലോ. ആശാനോട് പറഞ്ഞു ഇത്ര ഉണ്ടാവും. ഹൈദരാബാദികൾ ഈ മട്ടൻ ബിരിയാണി
കഴിക്കാനിടയായി. അല്ലെങ്കിൽ ആ പേരിലാണ് ഇത് കൊടുക്കുന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നല്ല കിട്ടും. നല്ല പൈസ കൊടുത്ത് കഴിക്കുന്നതാണ്. പിന്നെ വിശന്നിട്ടും കഴിക്കുന്നത് കാരണം കഴിക്കല്ലാണ്ട് വേറെ രക്ഷയില്ല. ഞാൻ ഹൈദരാബാദ് ബിരിയാണി ശതാബ് ഹോട്ടലിൽ പോയിട്ട്, ഇത് ചാർമിനാറിൻ്റെ അടുത്തുള്ള ശതാബ് ഹോട്ടലിൽ പോയിട്ട് കഴിച്ചതാണ്. അത് ചിന്തിച്ചിട്ട് ഒന്നും വന്നില്ലേ. കാരണം നമ്മളെ വർമ്മിശരിയില്ല, അതിനെക്കൊണ്ട് ബിരിയാണി കഴിക്കാൻ അങ്ങനെ ഉണ്ടാവും. ഒരു ഫീൽ ഗുഡ് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ പാട്ട് വെച്ചിട്ടുണ്ട്. ഓരോ പേരും ഇതെല്ലാം കാരണം ഓർഡർ ചെയ്ത് പെട്ട് എന്തായാലും ഇവിടത്തേക്ക് സ്പെഷ്യലായിട്ട് ആൾക്കാരെല്ലാം കൂട്ടിയിട്ട് വരാമെന്നുള്ള വിചാരിച്ചതാണ്. അതിൻ്റെ ആവശ്യമില്ല. മട്ടൺ നല്ല രസമല്ല, ഇവർക്ക് അറിയാത്തൊരു പരിപാടി. അല്ലെങ്കിൽ കിച്ചണിലേക്ക് കിട്ടിയ ആൾക്കാർ ഡൽഹിക്കാരല്ല, ഡൽഹിയിൽ നിന്ന് അവൻ പറഞ്ഞത് കൽക്കട്ടക്കാരാണ്. മേ ബി കൽക്കട്ടക്കാർക്ക് എന്താ ഹൈദരാബാദ് ബിരിയാണി എന്നാണ് അങ്ങനത്തെ ഒരു സംഭവം. ഖരാബ് ഇന്ത്യയിൽ ഇത്ര മെനക്കെട്ടിട്ട് സ്പൈസസും റൈസെല്ലാം ഇവർ എത്തിച്ചിട്ടു. ഇവിടെ മണ്ടം കളി കളിക്കുന്ന എന്തിനു കളി?